good morning everyone and welcome to today's class. Okay, so in the last class we have seen about the various systems of the body. That is, first one we have seen cardiovascular system. After that we have seen respiratory system. So today we are going to see the most complex system of our body, that is nervous system. Okay, so what is a nervous system? What all things are it is included, and what all the works this nervous system is doing, that all we will see in this lecture. So nervous system includes the brain, spinal cord and a complex network of neurons. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് സച്ച് ആസ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് ന്യൂറോൺസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് brain, spinal cord and a complex network of neurons. ഇതാണ് ഒരു nervous system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so the nervous system is responsible for sending, receiving and interpreting information from all parts of the body. അതായത് നമ്മുടെ ബോഡിയുടെ ഏതൊരു പാർട്ടിൽ നിന്നും ഇപ്പം ഒരു സെൻസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെൻസ് വന്നു എന്നുള്ള സിഗ്നല് സെൻഡ് ചെയ്യുക, അതുപോലെ അത് റിസീവ് ചെയ്തതിന് ശേഷം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്ത് തിരിച്ച് റെസ്പോൺസ് അല്ലെങ്കിൽ റിഫ്ലക്സ് നമ്മൾ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ഈ നെർവസ് സിസ്റ്റമാണ്. സോ ദിസ് നെർവസ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ്, റിസീവിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫോർമേഷൻ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് ബോഡിയുടെ ഏത് പാർട്ടിൽ നിന്നും എന്തൊക്കെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ, അതായത് ഇപ്പം നമ്മൾ ഒരാൾ നുള്ളിയ സമയത്ത് നമുക്ക് വേദന എടുക്കുന്നു, ആ ഇൻഫോർമേഷൻ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്ത ഇൻഫോർമേഷൻ അനുസരിച്ച് ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിന് എന്ത് റിഫ്ലക്സ് നമ്മൾ കൊടുക്കണമെന്ന് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഒക്കെ നടക്കുന്നത് ഈ നെർവസ് സിസ്റ്റം വഴിയാണ്. സോ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ദ മേജർ ഓർഗൻസ് സച്ച് ആസ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. Okay, all over the body അതുണ്ട്. ആൻഡ് ദിസ് നെർവസ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ്, റിസീവിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫോർമേഷൻ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഏതൊരു പാർട്ടിൽ നിന്നും മെസ്സേജ് ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യുന്നു, ബ്രെയിനിൽ അത് റിസീവ് ചെയ്തതിന് ശേഷം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്ത് റിഫ്ലക്സ് റെസ്പോൺസ് നമ്മൾ കൊടുക്കണമെന്ന് ബ്രെയിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് തിരിച്ച് ആ ഒരു സിഗ്നല് തിരിച്ച് ആ കറസ്പോണ്ടിങ് സെല്ലിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് നെർവസ് സിസ്റ്റം മോണിറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റ്സ് ഇന്റേണൽ ഓർഗൻ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ എൻവറോൺമെന്റൽ കണ്ടീഷൻ. ഓക്കെ, ദ നെർവസ് സിസ്റ്റം മോണിറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റ്സ് ഇന്റേണൽ ഓർഗൻ ഫങ്ഷൻ. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിന്റെയും ഫങ്ഷൻ അതിനെ മോണിറ്റർ ചെയ്യുന്നു, അതുപോലെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പം നമ്മളൊരു കയറ്റം കയറുകയാണ്. നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് എന്താവണം, കൂടുതൽ എനർജി അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യണം. കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് എന്താ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകുന്ന ബ്ലഡിൻ്റെ അംശം കൂടുന്നു. ഓക്കെ, ശരീരത്തിൻ്റെ വേരിയസ് പാർട്സിലേക്ക് ഒഴുകുന്ന ബ്ലഡിൻ്റെ അംശം കൂടുന്നു. അതൊക്കെ ഈ മോണിറ്റർ ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെയും ഫങ്ഷനെ മോണിറ്റർ ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? നെർവസ് സിസ്റ്റമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ എൻവറോൺമെന്റ്സ്. ഓക്കെ, ഇപ്പം ചൂടെടുക്കുന്ന സമയത്ത്, ഓക്കെ, അതുപോലെ നമുക്ക് നല്ലോണം തണുപ്പ് എടുക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് റെസ്പോൺസ് കൊടുക്കുന്നത് ആരാണ്? ഈ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളൊരു കൈ പോയിട്ട് തീയിലേക്ക് കൊണ്ടുപോകണം. അപ്പം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് പൊള്ളലേൽക്കുന്നു. ആ പൊള്ളലേൽക്കുന്നു എന്നുള്ള സിഗ്നൽ അവിടെ കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ കൈ തിരിച്ച് വലിക്കാനുള്ള ഒരു റിഫ്ലക്സ് സിഗ്നല് ബ്രെയിന് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. സോ അങ്ങനെ നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം മോണിറ്റേഴ്സ് ആൻഡ് കോർഡിനേറ്റ്സ് ഇന്റേണൽ ഓർഗൻ ഫങ്ഷൻ ആൻഡ് ആസ് വെൽ ആസ് ഇറ്റ് റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ എൻവറോൺമെന്റ്സ്. ഓക്കെ,
And this nervous system is divided into two parts. One is central nervous system and other one is peripheral nervous system. ഈ nervous systemനെ രണ്ട് parts ആയിട്ട് divide ചെയ്തിരിക്കുകയാണ്. One is central nervous system and the other one is peripheral nervous system. So first one we will going to discuss about this central nervous system. What is this central nervous system? സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ദ പ്രോസസ്സിംഗ് സെൻറ്റർ ഓഫ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ പ്രോസസ്സിംഗ് സെൻറ്റർ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ന്യൂറോൺസ് വഴി ഇപ്പൊ ഒരു സെൻസ് ഓർഗൻസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺസ് വഴി നമ്മൾ ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ നമ്മുടെ ബ്രെയിൻ ആ ഭാഗത്തേക്ക് എത്തുന്നു. ആ ഭാഗത്ത് എത്തിയതിന് ശേഷം അത് പ്രോസസ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് തിരിച്ച് സിഗ്നൽ അയക്കുന്നു. ആ ഒരു പ്രോസസ്സിംഗ് സെന്റർ അതാണ് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പെടുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ്സിംഗ് സെന്റർ ഫോർ ദ നെർവസ് സിസ്റ്റം. ഓൾസോ ഇറ്റ് റിസീവ്സ് ഇൻഫോർമേഷൻ ആൻഡ് സെൻഡ് ഇൻഫോർമേഷൻ ടു ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നാണ് ഇതിന് ഇൻഫോർമേഷൻ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു കിട്ടിയ ഇൻഫോർമേഷൻ സിഗ്നലിനെ പ്രോസസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് തിരിച്ചൊരു സിഗ്നൽ നമ്മുടെ എവിടെ നിന്നാണോ ഈ സിഗ്നൽ വന്നിരിക്കുന്നത് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു ത്രൂ peripheral nervous system. So the central nervous system receives information from peripheral nervous system and sends information to the peripheral nervous system. Peripheral nervous system നിന്നാണ് സിഗ്നൽ വരുന്നത്. ഓക്കെ, and after processing that signal again given to the peripheral nervous system and it will be given to the which organ or which part from where the signal received. Okay, and the main two organs of the central nervous system are brain and spinal cord. ഓക്കെ, ബ്രെയിനും സ്പൈനൽ കോഡും ആണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മേജർ ഓർഗൻസ്. ദ ബ്രെയിൻ പ്രോസസ് ആൻഡ് ഇന്റർപ്രറ്റ് സെൻസറി ഇൻഫോർമേഷൻ സെൻഡ് ഫ്രം സ്പൈനൽ കോഡ്. അതായത് സ്പൈനൽ കോഡിൽ നിന്ന് കിട്ടിയ സെൻസറി ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് ദ മെയിൻ ഓർഗൻ ഓഫ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, so this central nervous system consists major organs such as brain and spinal cord. Spinal cord ൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സെൻസറി ഇൻഫോർമേഷനെ പ്രോസസ് ചെയ്യുന്ന ഇന്റർപ്രറ്റ് ചെയ്യാണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. both the brain and the spinal cord are protected by a 3-layered covering connective tissue called as meninges. meninges എന്ന് പറഞ്ഞ ഒരു 3-layered connecting tissue ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, and next coming to our peripheral nervous system. Central nervous system നമ്മൾ കണ്ടു, അതിന്റെ മേജർ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. Now coming to the peripheral nervous system. What is meant by this peripheral nervous system? The primary role of this peripheral nervous system is to connect central nervous system to organs, limbs and skin. അതായത് നമ്മുടെ ഈ ഓർഗൻസ്, വേരിയസ് ഓർഗൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന്, സെൻസറി പാർട്ടുകൾ, അതുപോലെ ലിംസ്, അതിലൊക്കെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദ പ്രൈമറി റോൾ ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഓർ PNS ഈസ് ടു കണക്ട് CNS മീൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ ഓർഗൻസ്, ലിംസ് ആൻഡ് സ്കിൻ. ഓർഗൻസ്, ലിംസ്, സ്കിൻ ഇതൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്യുന്ന റോളാണ് നമ്മുടെ peripheral nervous systemത്തിന്റെ major role. The nerves that make up peripheral nervous system are actually the axons or bundle of axons from neuron cells. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ കണ്ടോളൂ. ഈ ഫിഗർ ഇതാണ് ഒരു ന്യൂറോൺ സെൽ എന്ന് പറയുന്നത്. ന്യൂറോൺ സെല്ല് നമുക്ക് കാണാം, ന്യൂക്ലിയസ് ഉണ്ട്, ഒരു സെൽ ബോഡി ഉണ്ട്, പിന്നെ അതിന്റെ ഒരു ടെയിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ടെയിൽ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ഇനി ടെയിൽ ലൈക്ക് സ്ട്രക്ചറിന്റെ എൻഡിൽ അത് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. അതിനാണ് ആക്സോൺ ടെർമിനൽസ്. ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള ഈ സാധനത്തിനെയാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റ്. അതുപോലെ ഈ ഒരു ന്യൂക്ലിയസിന്റെയും സെൽ ബോഡിയുടെയും അവിടെയുള്ള ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ, സോ ഇതാണ് ഒരു ന്യൂറോൺ സ്ട്രക്ചർ. ആ ന്യൂറോൺ സ്ട്രക്ചറിന്റെ എക്സ്റ്റെൻഡഡ് പാർട്ട്, അതിനെയാണ് നമ്മൾ ആക്സോൺസ് എന്ന് പറയുന്നത്. സോ the nerves that make up peripheral nervous system are actually the axons or bundle of axon from neuron cell. ഒരു ന്യൂറോൺ സെല്ലിന്റെ ആക്സോൺ അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് ആക്സോണിനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം.
So the major role of peripheral nervous system is to connect organs, limbs, skin to central nervous system. And the peripheral nervous system is divided into two parts. Peripheral nervous system രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. One is somatic nervous system and another one is autonomic nervous system. Peripheral nervous system is divided into two. One is somatic nervous system and other one is autonomic nervous system. So we will see that. So somatic nervous system. What do we mean by somatic nervous system? It is a part of peripheral nervous system responsible for carrying sensory and motor information to and from the central nervous system. അതായത് this somatic nervous system is a part of peripheral nervous system. അതിൻ്റെ ഒരു division ആണ്, which is responsible for carrying sensory and motor information to and from the central nervous system. Central nervous systemത്തിൽ നിന്ന് സെൻസറി ഇൻഫോർമേഷൻ, അതുപോലെ മോട്ടോർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ക്യാരി ചെയ്യുന്ന ടു ആൻഡ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇൻഫോർമേഷൻ ഫ്രം പെരിഫറൽ നെർവസ് സിസ്റ്റം ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ഓർ ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു പെരിഫറൽ നെർവസ് സിസ്റ്റം. അങ്ങനെയുള്ള പാർട്സിനെയാണ് നമ്മൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് സെൻസറി ആൻഡ് മോട്ടർ ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സെൻസറി ആൻഡ് മോട്ടർ ഇൻഫർമേഷൻ, സെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളയും അതുപോലെ മൂവ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം, ദിസ് ഈസ് ദ മേജർ പോയിന്റ്, ടു ആൻഡ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. This system consists of two major type of neurons. ഈ ഒരു സിസ്റ്റത്തിൽ രണ്ട് മേജർ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. വൺ ഈസ് സെൻസറി ന്യൂറോൺസ് ഓർ എഫറൻ ന്യൂറോൺസ് വിച്ച് ക്യാരി ഇൻഫർമേഷൻ ഫ്രം നെർവ്സ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. നെർവിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതാണ് സെൻസറി ന്യൂറോൺസ് ഓർ എഫറൻ ന്യൂറോൺസ്. And next one is motor neurons or efferent neurons which carry information from brain and spinal cord, that is central nervous system to muscle fibers throughout the body. അതായത് motor neurons or efferent neurons, it will be carrying information from central nervous system to muscle fibers throughout the body. അതാണ് motor neuron or efferent neuron. ഈ ഫിഗർ നമുക്ക് കാണാം. This is a sensory neuron or efferent neuron which is carrying information from nerves to central nervous system. Nervesil നിന്ന് central nervous systemത്തിലേക്ക് information carry ചെയ്യുന്നതാണ് ഈ sensory neuron or efferent neuron. And this motor neuron or efferent neuron is which carry information from it will be connected to central nervous system and the other part will be connected to muscle fiber throughout the body. So somatic nervous system means carrying sensory and motor information to and from central nervous system. Adana somatic nervous system. And second one is autonomic nervous system. It is a part of peripheral nervous system responsible for regulating involuntary body functions such as blood flow, heartbeat, digestion, breathing. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ആൻഡ് ഫ്രോ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. Autonomic nervous system is majorly responsible for regulating involuntary body functions such as body flow, blood flow, heartbeat, digestion, breathing, etc. അതായത് നമ്മുടെ ബോഡിയുടെ ഇൻവോളണ്ടറി അല്ലെങ്കിൽ ഓട്ടോണോമിക് ആയിട്ടുള്ള, അതായത് ഈ ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവനില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഓട്ടോണോമിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ്, പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഏതൊക്കെയാണ് മേജർ ഫങ്ഷൻസ്? ബ്ലഡ് ഫ്ലോ, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, ബ്രീത്തിങ്, ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാം. ബ്ലഡ് ഫ്ലോ, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, ബ്രീത്തിങ്, ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു. വൺ ഈസ് സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് അനദർ വൺ ഈസ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. എന്താ ഈ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ്സ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്.
The fight or flight response is our body's primitive automatic inborn response that prepares the body to fight or flee from perceived attack, harm or threat to our survival. അതായത് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി റെഗുലേറ്റിംഗ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അതായത് ഇവിടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ അഡ്രിനാലിൻ സർജാണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു പട്ടി കടിക്കാൻ വരികയാണ്. പെട്ടെന്നൊരു പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എന്താവും, പെട്ടെന്ന് നമ്മളൊന്ന് ഫ്രൈറ്റൺ ആവും, ഒന്ന് പേടി വരും. ആ പേടി വരുന്ന സമയത്ത് എന്ത് പറ്റും, ആ ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു, സെൻസ് ഓർഗൻസ് നമ്മളെ ബ്രെയിനിലേക്ക് വിടുന്നു. ആ ഒരു ഇൻസ്റ്റന്റിൽ എന്താവും, നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസിന്റെ ഉൽപാദനം കൂടുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയൊക്കെ ഒന്ന് ബൾജ് ചെയ്ത് വരും. പ്ലസ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അതായത് നമ്മുടെ ബോഡിനെ പ്രിപ്പയർ ആക്കുകയാണ്, ഒരു പെർസീവ്ഡ് അറ്റാക്കിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് സിമ്പത്തറ്റിക് സിസ്റ്റം ഇറ്റ് വിൽ ബി റെഗുലേറ്റിംഗ് fight or flight response. The fight or flight response in our body is our primitive automatic inborn response that prepares our body to fight or flee from perceived attack, harm or threat to our survival. അപ്പോൾ ഈ ഒരു കേസിൽ ഈ sympathetic system will be acting when a fight or flight response is coming. ആ സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ പെട്ടെന്ന് ബോഡിയിലുള്ള അഡ്രിനാലിൻ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം അതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റും അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒക്കെ ബൾജ് ചെയ്ത് വരും. നമുക്ക് ആ ഒരു അറ്റാക്കിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ എന്താ, നമ്മുടെ ബോഡിയിലുള്ള ഈ ന്യൂട്രിയൻസ് അതൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യേണ്ടി വരും ഈ ഒരു കേസിൽ എന്താ കാരണം, ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ആക്ടിവിറ്റി, അബ്നോർമൽ ആക്ടിവിറ്റിയാണ്. പെട്ടെന്ന് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ആവശ്യമുണ്ട്, കൂടുതൽ എനർജി ആവശ്യമുണ്ട്. സോ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതൽ ന്യൂട്രിയൻസ് ഒക്കെ ഇത് എടുക്കും. Okay, next one is parasympathetic system. So this parasympathetic system helps maintain normal body functions and conserves physical resources. അതായത് നമ്മളിപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം പറഞ്ഞില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. അതായത് ഇറ്റ് വിൽ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് നോർമൽ ബോഡി ഫങ്ഷൻസ് ആൻഡ് കൺസേർവ്സ് ഫിസിക്കൽ. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ റിസോഴ്സസ്, നേരത്തെ നമ്മൾ പറഞ്ഞു ബോഡിയുടെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും ഈ സിമ്പത്തറ്റിക് സിസ്റ്റം അഡ്രിനാലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു കേസിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ മെയിനായിട്ട് അസറ്റോകൊളൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അസറ്റോകൊളൈൻ അത് വെച്ചിട്ട് നമ്മുടെ ബോഡിയെ നോർമൽ ഫങ്ഷൻസിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. സോ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി റെഗുലേറ്റിംഗ് ദ ഇൻവോളണ്ടറി ഫങ്ഷൻസ് സച്ച് ആസ് ബ്ലഡ് ഫ്ലോ, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ ആൻഡ് ബ്രീത്തിങ്. നേരത്തെ നമ്മൾ കണ്ട് സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്, ഇറ്റ് വിൽ ബി കണക്ടിങ് സെൻട്രൽ നെർവസ് സിസ്റ്റം ടു പെരിഫറൽ നെർവസ് സിസ്റ്റം. അതാണ് മറ്റേ സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം മീൻസ് റെഗുലേറ്റിംഗ് ദ ഇൻവോളണ്ടറി ബോഡി ഫങ്ഷൻസ് സച്ച് ആസ് ബ്ലഡ് ഫ്ലോ, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, ബ്രീത്തിങ്, എക്സെട്ര. And now we will be going to anatomy of brain. So we all know that brain is the control center of the body. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഓർഗൻ ആണ് നമ്മുടെ ബോഡിയുടെ കൺട്രോൾ സെന്റർ, കംപ്ലീറ്റ് ബോഡിയുടെ കൺട്രോൾ സെന്റർ. എവിടെ എന്ത് ഫങ്ഷൻ നടക്കുന്നോ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഓർഗനായിട്ടുള്ള ബ്രെയിൻ ആണ്. Brain is covered by a protective layer of connective tissue called meninges. Already we have told that brain is covered by a protective layer, three-layered protective layer of connective tissue called as meninges. Brain is divided into three parts: forebrain, midbrain, hindbrain. Brain ne മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: forebrain, midbrain and hindbrain. The forebrain is responsible for a variety of functions including receiving and processing sensory information, thinking, perceiving, understanding language, controlling motor functions, etc. അതായത് നമ്മുടെ ഫോർബ്രെയിൻ്റെ മേജർ ഫങ്ഷൻസ് ആർ റിസീവിങ് ആൻഡ് പ്രോസസ്സിങ് സെൻസറി ഇൻഫർമേഷനെ റിസീവ് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യും. തിങ്ക് ചെയ്യുന്നത്
അതുപോലെ പെർസീവ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ്, നമുക്കൊരു ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതുപോലെ കൺട്രോളിങ് മോട്ടോർ ഫങ്ഷൻസ്, അതായത് മൂവ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഫോർ ബ്രെയിൻ ചെയ്യുന്നത്. And the forebrain contains structures like thalamus and hypothalamus. Hypothalamus പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഫോർബ്രെയിനിലാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ദ സെറിബ്രം. സെറിബ്രം എന്ന് പറയുന്ന പാർട്ടും നമ്മുടെ ബോഡിയുടെ ലാർജസ്റ്റ് പാർട്ട്, ബോഡിയുടെ അല്ല, ബ്രെയിനിലെ ലാർജസ്റ്റ് പാർട്ട്, ഇറ്റ് ഈസ് ഓൾസോ കണ്ടെയ്ൻസ് ഇൻ ദിസ് ഫോർബ്രെയിൻ. So this is the anatomy of brain. You can see this part is called as forebrain, and this part is called as midbrain, and this part is called as hindbrain. മൂന്ന് പാർട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഫോർബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ മിഡ്ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഹിൻബ്രെയിൻ എന്ന് പറയുന്നത്. ഫോർബ്രെയിൻ, മിഡ്ബ്രെയിൻ ആൻഡ് ഹിൻബ്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോർബ്രെയിനിലാണ് നമുക്ക് ഈ ബ്രെയിനിന്റെ ലോങ്ങസ്റ്റ് പാർട്ട് സെറിബ്രം, ഇതാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രം ഈസ് പ്രസന്റ് ഇൻ ദ ഫോർബ്രെയിൻ ആൻഡ് ഓൾസോ ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ്. ഹൈപ്പോതലാമസും തലാമസും ഓൾസോ പ്രസന്റ് ഇൻ ദിസ് ഫോർബ്രെയിൻ. ഓക്കെ, നൗ most of the actual information processing in brain takes place in the cerebral cortex. നമ്മൾ സെറിബ്രം പറഞ്ഞല്ലോ, അതിലുള്ള സെറിബ്രൽ കോർട്ടക്സിലാണ് മോസ്റ്റ് ഓഫ് ദ ആക്ച്വൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഇൻ ദ ബ്രെയിൻ ടേക്ക് പ്ലേസ്. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സെൻസറി ഇൻഫോർമേഷൻ ഒക്കെ പ്രോസസ്സ് ചെയ്യുക, അതിനെ ഇന്റർപ്രേറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഫോർബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. സോ ആ ഫോർബ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിലുള്ള സെറിബ്രൽ കോർട്ടക്സിലാണ് ആക്ച്വൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് നടക്കുന്നത്. ദ സെറിബ്രൽ കോർട്ടക്സ് ഈസ് എ തിൻ ലെയർ ഓഫ് ഗ്രേ മാറ്റർ ദാറ്റ് കവേഴ്സ് ദ ബ്രെയിൻ. അതായത് ഈ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് ഗ്രേ മാറ്റർ ആണ്. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് ദ ബ്രെയിൻ ആയിരിക്കും അത് ഉണ്ടാവുക. It is a cerebral cortex is a thin layer of gray matter that gray color ആയിരിക്കും, that covers the brain. It is divided into 4 cortex lobes: frontal lobe, parietal lobe, occipital lobe and temporal lobes. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് 4 ലോബ്സ് ഉണ്ടെന്ന് പഠിക്കുക, ജസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ മാത്രം പഠിക്കുക. സോ ഇറ്റ് ഈസ് ദിസ് സെറിബ്രൽ കോർട്ടക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 കോർട്ടക്സ് ലോബ്: ഫ്രണ്ടൽ, parietal, occipital and temporal lobes. And these lobes are responsible for various functions in the body that include everything from sensory perception to decision making and problem solving. അതായത് നമ്മുടെ ബോഡിയിലെ സെൻസറി പെർസെപ്ഷൻ, അതായത് ഒരു സെൻസ് നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നു, ആ ഒരു സിഗ്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കുന്നു, ആ ഒരു സിഗ്നൽ വന്നു എന്ന് ഡിറ്റക്ട് ചെയ്യുന്നു, ഓക്കെ, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിന് എന്ത് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നു, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡിയുടെ പാർട്ടാണ് എന്ത്? ഈ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ സെറിബ്രൽ കോർട്ടക്സിലെ ഈ 4 ലോബുകളും കൂടി ചെയ്യുന്ന വർക്കുകളാണ് അത്. അതായത് സെൻസറി പെർസെപ്ഷൻ ടു ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതായത് ഒരു ഇൻഫർമേഷൻ, സെൻസറി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ ഈ സെറിബ്രൽ കോർട്ടക്സിലെ 4 ലോബ്സിന്റെ ഫങ്ഷൻസ് ആണ്. Okay, and you can see here this is the cerebral cortex. അതിൻ്റെ അകത്ത് ഫ്രണ്ടൽ ലോബ്, parietal ലോബ്, ടെമ്പറൽ ലോബ്, ഒസിപ്പിറ്റൽ, ഇത് മൊത്തമല്ല, ഇതിന്റെ ടോപ്പ് പാർട്ടിനെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തിൻ ലെയർ ഓഫ് ഗ്രേ മാറ്റർ ആണ് ഈ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. അതിന്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാം 4 ലോബ്സ്: ഫ്രണ്ടൽ ലോബ്സ്, parietal ലോബ്സ്, ടെമ്പറൽ ലോബ്സ്, ഒസിപ്പിറ്റൽ. ഇതാണ് അതിന്റെ 4 ലോബ്സ്. ഓക്കെ, so the major function of these lobes is to sensory information interpret ചെയ്യുക, പ്രോസസ് ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക, അതുപോലെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇതാണ് ഈ 4 ലോബ്സിന്റെ മേജർ ഫംഗ്ഷൻ. Okay, so these are the 4 lobes: frontal lobe, parietal lobe, occipital lobe and temporal lobe. Okay, then below the cortex, ആ കോർട്ടക്സിന്റെ അടിയിൽ is brain's white matter, which is composed of axons that extend from neuron cell bodies of gray matter. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോർട്ടക്സ് ഇറ്റ് വിൽ ബി എ ഗ്രേ മാറ്റർ സ്ട്രക്ചർ,
ഓക്കെ, ആ കോർട്ടക്സിന്റെ തൊട്ടടിയിലായിട്ട് ബ്രെയിൻസ് വൈറ്റ് മാറ്റർ എന്ന് പറയും, വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ആക്സോൺസ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ന്യൂറോൺ സെൽ ബോഡീസ് ഓഫ് ഗ്രേ മാറ്റർ. അതായത് ന്യൂറോൺ സെൽ ബോഡീസ് ഉണ്ടല്ലോ എവിടെ, നമ്മുടെ ഈ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞല്ലോ, ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ടക്സിന്റെ ഭാഗത്തുള്ള ന്യൂറോൺസിന്റെ എക്സ്റ്റെൻഡഡ് പാർട്ടായിട്ടുള്ള ആക്സോൺ പെടുന്ന ആ ഭാഗങ്ങളാണ് ബ്രെയിൻസ് വൈറ്റ് മാറ്റർ. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, കണ്ടോ, ഇതിന്റെ ഏറ്റവും ടോപ്പ്, നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിലുള്ള തിൻ ലെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ആ സെറിബ്രൽ കോർട്ടക്സിൽ കുറേ ന്യൂറോൺസ് ഉണ്ടാവും. ആ ന്യൂറോൺസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോൺ കിടക്കുന്ന ആ പാർട്ടുകളെയാണ് ബ്രെയിൻസ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിലോ ദ കോർട്ടക്സ് ഈസ് ബ്രെയിൻസ് വൈറ്റ് മാറ്റർ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് ആക്സോൺസ്. ആക്സോൺസ് നേരത്തെ കാണിച്ചു തന്നു അല്ലേ, ഇവിടെ ഇതാണ് നമ്മുടെ, ഇപ്പോൾ ഒരു ന്യൂറോൺ സെല്ലാണിത്. ആ ന്യൂറോൺ സെല്ലിന്റെ ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനാണ് ആക്സോൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗം എവിടെ കിടക്കും, നമ്മുടെ കോർട്ടക്സിൽ കിടക്കും. അതിന്റെ താഴെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഈ ആക്സോൺ പാർട്ടാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഈ ആക്സോൺ പാർട്ടാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ചിത്രം. സോ ഇതാണ് നമ്മുടെ ഗ്രേ മാറ്റർ. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ആക്സോൺ പാർട്ടാണ് ഈ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. So white matter nerve fiber connect cerebrum with the different areas of brain and spinal cord. അതായത് ബ്രെയിനിന്റെ ബിഗസ്റ്റ് പാർട്ടായ സെറിബ്രത്തെ ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സിലും അതുപോലെ സ്പൈനൽ കോഡിലും കണക്ട് ചെയ്യുന്നതാണ് ഈ വൈറ്റ് മാറ്റർ ഫൈബർ. ഓക്കെ, വൈറ്റ് മാറ്റർ നെർവ് ഫൈബർ വിൽ ബി കണക്ടിങ് സെറിബ്രം വിത്ത് ഡിഫറെന്റ് ഏരിയസ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതുപോലെ ദ മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ ടുഗദർ ഈസ് കോൾഡ് ആസ് ബ്രെയിൻ സ്റ്റം. മിഡ് ബ്രെയിൻ, നമ്മൾ ബ്രെയിനിന്റെ 3 പാർട്ട് പറഞ്ഞല്ലോ, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹിൻഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനും ഹിൻഡ് ബ്രെയിനും ടുഗദർ ഈസ് കോൾഡ് ആസ് ബ്രെയിൻ സ്റ്റം. മിഡ് ബ്രെയിനും ഹിൻഡ് ബ്രെയിനും ടുഗദർ ഈസ് കോൾഡ് ആസ് ബ്രെയിൻ സ്റ്റം. മിഡ് ബ്രെയിൻ ഈസ് ദ പോർഷൻ ഓഫ് ബ്രെയിൻ സ്റ്റം ദാറ്റ് കണക്ട്സ് ദ ഹിൻഡ് ബ്രെയിൻ ആൻഡ് ഫോർ ബ്രെയിൻ. മിഡ് ബ്രെയിൻ ഈസ് ദ പോർഷൻ ഓഫ് ബ്രെയിൻ സ്റ്റം ദാറ്റ് കണക്ട് ഹിൻഡ് ബ്രെയിൻ ആൻഡ് ഫോർ ബ്രെയിൻ. അതായത് ഏറ്റവും ആദ്യത്തെ പാർട്ടായ ഫോർ ബ്രെയിനിനെയും ഹിൻഡ് ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്ന ആ ബ്രെയിൻ സ്റ്റമ്പിന്റെ പാർട്ടിനെയാണ് നമ്മൾ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കണ്ടല്ലോ, അതായത് ഇതാണ് ഫോർ ബ്രെയിൻ, ഇതാണ് ഹിൻഡ് ബ്രെയിൻ, അതിനെ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ ഫങ്ഷൻ ഓഫ് ദിസ് മിഡ് ബ്രെയിൻ ഈസ് involved in auditory and visual response as well as motor function. This midbrain is involved in ഓഡിറ്ററി ആൻഡ് വിഷ്വൽ റെസ്പോൺസ്, അതായത് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക. അതുപോലെ ഇറ്റ് വിൽ ബി കൺട്രോളിങ് ദ മൂവ്മെന്റ് ഫംഗ്ഷൻ ഓൾസോ. സോ ദിസ് മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് മിഡ് ബ്രെയിൻ ഈസ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ റെസ്പോൺസ് ആസ് വെൽ ആസ് മോട്ടോർ ഫങ്ഷൻസ്. അതാണ് നമ്മുടെ മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ. നൗ കംസ് ദ ഹിൻഡ് ബ്രെയിൻ. The hindbrain extends from spinal cord and contains structures such as pons and cerebellum. അതായത് ഹിൻബ്രെയിൻ വിൽ ബി എക്സ്റ്റെൻഡിങ് ഫ്രം, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഹിൻബ്രെയിൻ. ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് പോൺസ് ആൻഡ് സെറിബെല്ലം. പോൺസ് ആൻഡ് സെറിബെല്ലം പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഹിൻബ്രെയിനിലാണ് ഉള്ളത്. സോ ഇതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മേജർ ഫംഗ്ഷൻ ഓഫ് ദിസ് സെറിബെല്ലം or pons is to maintain balance and equilibrium. മേജർ ഫംഗ്ഷൻ ആണിത് നമ്മുടെ ബോഡിയുടെ. മെയിൻറ്റെയിൻ ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം, മൂവ്മെന്റ് കോർഡിനേഷൻ ആൻഡ് ദ കണ്ടക്ഷൻ ഓഫ് സെൻസറി ഇൻഫോർമേഷൻ. അതായത് ഈ ഒരു പോൺസ് സെറിബ്രലോ അല്ലെങ്കിൽ നമ്മുടെ ഹിൻബ്രെയിനിന്റെ മേജർ ഫംഗ്ഷൻ ഈസ് ടു അസിസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം, മൂവ്മെന്റ് കോർഡിനേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് സെൻസറി ഇൻഫോർമേഷനെ കണ്ടക്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ബോഡിയുടെ ബാലൻസും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, മൂവ്മെന്റ് കോർഡിനേഷൻ. ഇപ്പോൾ നമ്മളിപ്പം മദ്യവെച്ച് കഴിഞ്ഞാലൊക്കെ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഈ സെറിബെല്ലം പോലെയുള്ള സ്ട്രക്ചറിനെയാണ്. സെറിബെല്ലം പോലെയുള്ള സ്ട്രക്ചറിനെ എഫക്ട് ചെയ്ത് എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയുടെ ബാലൻസ് തെറ്റും. അതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തിന്റെ, സെറിബെല്ലത്തിന്റെ. സോ ദിസ് സെറിബെല്ലം ആൻഡ് പോൺസ് ഓർ ഹിൻബ്രെയിൻ assist maintaining balance and equilibrium, movement coordination and conduction of sensory information. And also hindbrain also contains medulla oblongata.
നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. പല ആൾക്കാരും പറയാറുണ്ടല്ലോ, ഇപ്പം തമാശക്ക് നമ്മൾ പറയാറുണ്ട്, അതായത് നിന്റെ മെഡുള്ള ഒബ്ലോങ്കേറ്റ അടിച്ച് ഞാൻ പൊളിക്കും എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? Because this medulla oblongata is responsible for controlling autonomic functions such as breathing, heartbeat, digestion, etc. നമ്മുടെ ഓട്ടോണമിക് ഓർ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആയ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുള്ള ഒബ്ലോങ്കേറ്റ. സോ നമ്മുടെ മെഡുള്ള ഒബ്ലോങ്കേറ്റ അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രീത്തിങ്ങും ഇല്ല, ഹാർട്ട് ബീറ്റും ഇല്ല, ഡൈജഷൻ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പം എന്താ, നമ്മൾ അപ്പം തന്നെ ക്ലോസ് ആവും. സോ അതാണ് നമ്മൾ ഈ ഫലിതമായിട്ട് പറയുന്നത്. അതായത് അടിച്ച് നിന്റെ മെഡുള്ള ഒബ്ലോങ്കേറ്റ തറക്കും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ദിസ് ഹിൻബ്രെയിൻ കണ്ടെയ്ൻസ് medulla oblongata also, which is responsible for controlling autonomic functions such as breathing, heartbeat, digestion, etc. So hindbrainൽ മേജർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് പോൺസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. Okay, so this pons and cerebellum will be maintaining balance and equilibrium, movement coordination and conduction of sensory information, and the medulla oblongata responsible for controlling autonomic functions such as breathing, heartbeat, digestion, etc. So these are the major divisions of our brain. One is forebrain, which will be processing sensory information, helps in reasoning and problem solving, and regulates autonomic, endocrine and motor functions. അതായത് നമ്മുടെ തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻഡോക്രൈൻ ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് midbrain which help to regulate movement and process auditory and visual information. Auditory and visual information process ചെയ്യാൻ help ചെയ്യുന്നതാണ് midbrain. Then hindbrain, it will be located here. It will be helping to regulate autonomic functions. Medulla oblongata mainly relay sensory information, coordinate movement, maintaining balance and equilibrium. That is pons and cerebellum. So these are the major divisions of the body. So with this I am winding up today's class. So I hope everyone understood today's topic. If any doubt, please get to me. Okay, thank you.